BSNL 4G എത്താൻ ഇനി വേഗം കൂടും. പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ. ഇപ്പോഴെത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായെങ്കിലും സർക്കാർ ഉടമസ്ഥ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ 4G സേവനങ്ങൾ ഇനിയും ബഹുഭൂരിപക്ഷം പേർക്കും ലഭ്യമാക്കാൻ തുടങ്ങിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ 4G കാത്തിരിക്കുന്ന BSNL വരിക്കാർക്ക് പ്രതീക്ഷ പകരുന്ന പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. BSNL 4G വ്യാപനത്തിന്റെ പുരോഗതി നിരീക്ഷിക്കാൻ ടെലികോം മന്ത്രാലയം പെർഫോമൻസ് മോണിറ്ററിംഗ് യൂണിറ്റ് PMU രൂപീകരിക്കും. കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ മോണിറ്ററിംഗ് യൂണിറ്റിൽ BSNL, TCS, S.Tech എന്നിവർ ഉണ്ടാകും. ഈ വർഷം മാർച്ചിൽ BSNL വലിയൊരു തിരിച്ചടി നേരിട്ടിരുന്നു. വരിക്കാരുടെ കൊഴിഞ്ഞുപോക്കിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയതായിരുന്നു ആ തിരിച്ചടി. മാർച്ചിലെ ട്രായുടെ കണക്കുകൾ കണ്ട് ഞെട്ടിയ BSNL അധികൃതർ 4G നടപടികൾ വേഗത്തിലാക്കുമെന്നു ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. TCSന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം BSNL 4G രാജ്യത്തെ വിവിധ ടെലികോം സർക്കിളുകളിൽ വ്യാപിച്ചു വരികയാണ്. എന്നാൽ BSNL 4G വ്യാപനത്തിന് വേഗം പോരാ എന്ന ആക്ഷേപം പരക്കെയുണ്ട്. ഇത് മറികടക്കാനും നിലവിലെ ആനുകൂല സാഹചര്യം മുതലെടുക്കാനുമാണ് പുതിയ നീക്കമായി കേന്ദ്ര സർക്കാരും ടെലികോം വകുപ്പും എത്തിയിരിക്കുന്നത്. ജൂലൈ ആഴ്ച മുതൽ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് റീചാർജ് പ്ലാനുകളുടെ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു. ഇത് BSNLന് ഏറെ ഗുണം ചെയ്തു. സ്വകാര്യ കമ്പനികളുടെ റീചാർജ് പ്ലാനുകളുടെ ചെലവ് 22% വരെയാണ് വർദ്ധിച്ചത്. ഈ നിരക്ക് വർധന നിരവധി പേരിൽ അമർഷമുണ്ടാക്കി. പ്രത്യേകിച്ച് ഇപ്പോൾ പല കമ്പനികളുടെയും നെറ്റ്വർക്കുകൾ പലവിധ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. കോൾ ഡ്രോപ്പ്, ഇന്റർനെറ്റ് വേഗതക്കുറവ് എന്നിങ്ങനെ പല പ്രശ്നങ്ങൾ ടെലികോം വരിക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനിടയിൽ നിരക്ക് വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാൻ പലരും തയ്യാറല്ല. അസംതൃപ്തരായ നിരവധി ടെലികോം വരിക്കാർ ഇപ്പോൾ BSNLിലേക്ക് പോർട്ട് ചെയ്ത് എത്തുന്നുണ്ട്. നിരക്ക് വർധനയ്ക്ക് മുമ്പ് തന്നെ സ്വകാര്യ കമ്പനികളുടെ പ്ലാനിനേക്കാൾ ലാഭകരമായിരുന്നു BSNL റീചാർജ് പ്ലാനുകൾ. നിരക്ക് വർധന വന്നതോടെ BSNL പ്ലാനുകളും സ്വകാര്യ കമ്പനികളുടെ പ്ലാൻ നിരക്കുകളും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമായി. പലരും BSNL റീചാർജ് പ്ലാനുകളുടെ മൂല്യം തിരിച്ചറിഞ്ഞതും നിരക്ക് വർധന നിലയിൽ വന്നതോടെയാണ്. ഇപ്പോൾ ആളുകൾ BSNL പ്ലാനുകളെ പറ്റി അന്വേഷിച്ചെത്തുന്നു. എന്നാൽ 4G അപര്യാപ്തത BSNL നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ പോരായ്മ മറികടക്കാനും നിലവിലെ ആനുകൂല സാഹചര്യം ഉപയോഗിച്ച് മുന്നേറാനും BSNLന് 4G സേവനങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. ദി ഇക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ താരിഫ് വർധനയ്ക്ക് ശേഷം ഏകദേശം 2,50,000 ആളുകൾ മൊബൈൽ ഫോൺ പോർട്ടബിലിറ്റി MNP ഉപയോഗിച്ച് BSNLിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ 4G സേവനങ്ങളുടെ കുറവ് BSNLനെ അലട്ടുന്നു. അതിനാൽ BSNL 4G വ്യാപനം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരും സമ്മർദ്ദം നേരിടുന്നു. BSNL 4G വ്യാപനം കാര്യക്ഷമമാക്കി ഉറപ്പാക്കാനാണ് ഇപ്പോൾ പെർഫോമൻസ് മോണിറ്ററിംഗ് യൂണിറ്റ് PMU രൂപീകരിച്ചിരിക്കുന്നത്. ഈ യൂണിറ്റിന് ദിവസവും നിർബന്ധമായി കൈവരിക്കേണ്ട ലക്ഷ്യങ്ങൾ നൽകും. അവ നടപ്പാക്കുന്നുണ്ടോ എന്ന് ടെലികോം സെക്രട്ടറി മന്ത്രി സിന്ധ്യയും നേരിട്ട് നിരീക്ഷിക്കുമെന്നും ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് പറയുന്നു. വ്യാഴാഴ്ച നടന്ന IMC ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2024 ലോഞ്ചിന്റെ തീം പ്രകാശനത്തിന്റെ വേദിയിൽ വെച്ചാണ് PMUവിനെ പറ്റി മന്ത്രി വിശദീകരിച്ചത്. എത്രയും വേഗം 4G സേവനം എത്തുന്നു അത്രയും നല്ലത് എന്ന നിലയിലാണ് BSNL. ഇപ്പോൾ ആളുകൾക്ക് BSNLിനോട് കുറച്ച് അനുഭാവമൊക്കെ തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. കാരണം കുറഞ്ഞ നിരക്കിൽ വാലിഡിറ്റിയും സേവനങ്ങളും നൽകുന്നതിൽ BSNL പ്രീപെയ്ഡ് പ്ലാനുകൾ അത്രയ്ക്ക് മികച്ചതാണ്. ഡാറ്റ ആവശ്യങ്ങൾ അധികമില്ലാത്തവർക്ക് BSNL ഉപയോഗം കൂടുതൽ അനായാസകരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.